നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയാലോ എന്നാൽ വേഗം വന്നോളി നമുക്ക് ഇന്ന് ഉണ്ടാക്കി കളിയാം. അതിന് എന്തെല്ലാം വേണ്ടിയെന്നല്ലേ, 2 കിലോ മൈദ നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരിച്ചെടുത്ത മൈദയിലേക്ക് അര ടീസ്പൂൺ നമ്മൾ പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 കോഴിമുട്ട കേട്ടോ. അങ്ങനെ 2 കോഴിമുട്ടയോ 1/2 സ്പൂൺ പഞ്ചസാരയോ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചിങ്ങെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ. വെള്ളവും ഉപ്പും നമ്മൾ പറയുന്നില്ല, നിങ്ങൾ അതിന് അളവിനനുസരിച്ച് എടുത്തോളണം കേട്ടോ. പിന്നെ ഉപ്പ് നോക്കി നോക്കി ഇട്ടോളുക. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മളെ വെള്ളം കുറേശ്ശെ ഇങ്ങനെ പാർന്നിട്ട് കുഴവ് നോക്കുക കേട്ടോ. നല്ലപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. അതാണ് പൊറോട്ടേൻ്റെ മെയിൻ കാര്യം. അല്ല, ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടാവില്ലേ, എന്നാൽ പിന്നെ നല്ലോണം കുഴച്ചെടുത്തോളി കേട്ടോ. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഈ കുഴവ് കൊണ്ടാണ് നമ്മളെ പൊറോട്ട സോഫ്റ്റ് ആകുന്നത് കേട്ടോ. നല്ലപോലെ കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടൂല. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ 2 കുത്തും എല്ലാം കൊടുത്ത് നല്ലപോലെ കുഴച്ചിങ്ങെടുത്തേട്ടാ. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും ചെയ്തോ സബ്സ്ക്രൈബും ചെയ്തോ. പിന്നെ നിങ്ങളെങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കൽ അതൊന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത പൊറോട്ടയില്ലേ, ഒരു തുണി എടുത്തിട്ട് അത് നനച്ചിട്ട് നല്ല പോലെ പീഞ്ഞ് വെള്ളം പോക്കി നമ്മൾ ഇതിൻ്റെ മേലെ മൂടി വെക്കണം. എത്ര മണിക്കൂർ? ഒരു 2 മണിക്കൂർ നല്ല പോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളത് നേരെ തുറന്ന് നോക്കിയിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. നല്ല സോഫ്റ്റായി വന്ന മാവ് എടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ കുഴച്ച് അതിൽ നിന്ന് ഓരോരോ ഉരുട്ടിയാക്കി ഇങ്ങെടുക്കണം. ഓരോ ബൗളാക്കിയിട്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തീൻ്റെ ബൗളല്ലേ, അതിലും വലിപ്പം വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തീൻ്റെ ബൗളിനെക്കാട്ടും നല്ല പോലെ വലിപ്പം വേണം. കാരണം ചപ്പാത്തീൻ്റെ അത്ര നൈസായിരിക്കില്ലല്ലോ നമ്മളെ പൊറോട്ട, ഇത് അടിക്കുമല്ലോ ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ നല്ല ബൗള് ഇതുപോലത്തെ ബൗള് ആക്കി വെക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ ബൗൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്ക് കേട്ടോ. എന്നിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ വെളിച്ചെണ്ണ കുളിപ്പിച്ചിങ്ങെടുക്കണം. ഈ വെളിച്ചെണ്ണേൻ്റെ പരിപാടി കൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് ആവുകയും ചെയ്യുന്നത്. ഇത് നമ്മളെ പൊറോട്ട സോഫ്റ്റ് ആവണേ വെളിച്ചെണ്ണയും വേണം. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യലും നിർബന്ധമുള്ള പരിപാടി കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നല്ല പൊറോട്ട നമുക്ക് കിട്ടൂല. നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കുത്തിയിട്ട് അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എല്ലാം നല്ല അട്ടിക്ക് തന്നെ ഇട്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കൂല. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ മുക്കുന്നത്. വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് നല്ലപോലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളെ ബൗൾസ് നല്ല സോഫ്റ്റാക്കി കിട്ടും കേട്ടോ. ഇങ്ങനെ സോഫ്റ്റായ ബൗളിൽ നിന്ന് ഓരോരോ ഉരുട്ടിയാക്കി എടുത്തിട്ട് അത് നല്ലോണം കൈ കൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് പരത്തുക. നല്ലോണം വെളിച്ചെണ്ണയെ കുളിച്ചല്ലേ, അതുകൊണ്ട് തന്നെ ചെറുങ്ങനെ ഒന്ന് കൈ കൊണ്ട് പരത്തിയതിന് ശേഷം നമ്മളൊരു സ്ഥലത്ത് പിന്നി വെക്കണം. എന്തിന്? അതൊരു 10 മിനിറ്റ് ഒന്നും കൂടി റെസ്റ്റ് ചെയ്തോട്ടെ. എന്നാൽ നമ്മളെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ മാവിലേക്ക് നല്ല പോലെ വെളിച്ചെണ്ണയെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നല്ല അടിപൊളി പൊറോട്ടനെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ ട്രൈ ചെയ്താൽ നല്ല അടിപൊളി പൊറോട്ട തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ നല്ല പോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുങ്ങനെ എന്ത് പണിയെടുക്കണോ, നമ്മൾ ഈ മാവില്ലേ അത് നല്ല ചെറുങ്ങനെ പരത്തി അട വെക്കണം. എന്തിനാന്നല്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിക്കിട്ടെ. എന്നാൽ പിന്നെ നിങ്ങൾ വേഗം പോയിട്ട് മൈദ മാവെല്ലാം വാങ്ങിയിട്ട് നല്ലോണം കുഴച്ചിങ്ങെടുത്തട്ടാ. നല്ലോണം വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് നേരെ തല തിരിച്ചിട്ടിട്ട് ഈ മൈദ മാവ് കൈ കൊണ്ട് നല്ലോണം പരത്തി ഇങ്ങെടുക്കണം കേട്ടോ. ഇതെന്തിനാന്നല്ലേ, നല്ലോണം വെളിച്ചെണ്ണ വെച്ച് പരത്തി ഇങ്ങെടുത്താൽ നമുക്ക് നല്ലോണം അടിച്ചിങ്ങെടുക്കണം. ഈ പൊറോട്ട അടിച്ചാൽ മാത്രം ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ അടിക്കുന്ന കാണാൻ തന്നെ ഒരു നല്ല ചേലല്ലേ, നല്ല മൊഞ്ചുള്ളൊരു പരിപാടി. എന്നാൽ പിന്നെ നമ്മളെ ഇതിനെല്ലാം അടിക്കുന്നില്ലേ, എന്തിന് നമ്മൾ തിരുമ്പാൻ വേണ്ടി കല്ലുമെല്ലാം അടിക്കുന്ന പോലെ നല്ലോണം അടിച്ചിങ്ങെടുത്തട്ടാ. എന്നിട്ട് അതിനെ ഇങ്ങനെ ചുരുട്ടി വെക്കുക. നൂല് പോലാക്കി ചുരുട്ടി ഇങ്ങനെ വെച്ചാൽ മാത്രം നമുക്ക് ലെയറായിട്ടുള്ള സംഭവം കിട്ടുള്ളൂ കേട്ടോ. എന്ത് സംഭവം? നല്ല പൊറോട്ട തന്നെടോ. നല്ല ലെയറായിട്ടുള്ള പൊറോട്ട ഇട്ടണമെങ്കിൽ ഇങ്ങനെ ആക്കണം. പിന്നെ അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലോണം പൊറോട്ട പരത്തി ഇങ്ങെടുക്കുക. ഇങ്ങനെ നല്ലോണം പരത്തി ഇങ്ങെടുത്ത പൊറോട്ടയില്ലേ, അത് നേരെ കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നാ, നമ്മൾ കല്ലുമ്മലിട്ട് ചുട്ടെടുക്കൽ തന്നെയാണ് കേട്ടോ ആ പരിപാടി. നല്ല ലെയറായിട്ടുള്ള പൊറോട്ട ഇട്ടണമെങ്കിൽ ഇങ്ങനെ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊറോട്ട മാവെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടില്ലേ, ആ ചുരുട്ടി വെച്ച മാവെടുത്ത് നല്ലപോലെ
കൈ കൊണ്ട് തന്നെയാണ് പരത്തുണ്ടോ. ഇനി ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മൾ പരത്തുന്ന കോലിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലപോലെ പരത്തി ഇങ്ങെടുത്താൽ പിന്നെ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നല്ലപോലെ ചൂടാണ് കേട്ടോ. നല്ല പുക പാർന്ന് നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രത്തുമ്മേലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇടണം. അതിൻ്റെ മുന്നേ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം തന്നെ പാർന്നോ. വെളിച്ചെണ്ണയാണല്ലോ പൊറോട്ടേൻ്റെ മെയിൻ സാധനം. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പിന്നെയും പാർന്ന് നല്ലപോലെ നമ്മൾ വേപ്പിച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ലോണം വെന്ത് കിട്ടണേ പൊറോട്ട. നല്ലോണം അപ്പുറോ ഇപ്പുറോ വാട്ടി നല്ലപോലെ വേപ്പിച്ചിങ്ങെടുക്കുക. അങ്ങനെ നല്ലോണം വെന്ത് കിട്ടി പൊറോട്ടയില്ലേ, നമ്മളെ പണിയൊന്നും തീരൂല. നമ്മൾ നല്ലോണം അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ഇടണം. നല്ല അടിപൊളിയായിട്ട് അടിച്ചിങ്ങെടുക്കുന്നില്ലേ. ഇതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ നമ്മളെ ബീഫ് കറിയാണ്. പക്ഷെ നമ്മളിന്ന് ചിക്കൻ കറി കേട്ടാ. നമുക്ക് ബീഫ് കുറച്ച് ബേക്കോട്ടെ, നല്ല അടിപൊളിയേനു കേട്ടാ. നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല സോഫ്റ്റ് ചിക്കൻ കറി. നല്ല സ്പൈസി ചിക്കൻ കറിയാണ് കേട്ടാ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനം തന്നെ കേട്ടാ. നിങ്ങളെന്നാൽ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലേ? എന്നാൽ ഓക്കെ.